അപ്പം ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നത് ഒരു പക്ഷേ ഇപ്പം ഞാൻ എന്നെ ധനികനാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരിക്കലും ദൈവം ചെയ്യില്ല ഒരു ചെക്ക് എഴുതിയിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരില്ല. അതിനു പകരം ഞാനൊരു 1,00,000 രൂപക്കോ അല്ലെങ്കിൽ 1,00,00,000 രൂപക്കോ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നതെങ്കിൽ 1,00,000 രൂപ മൂല്യം വരുന്ന അല്ലെങ്കിൽ 1,00,00,000 രൂപ മൂല്യം വരുന്ന ഒരാശയം, ഒരു ചിന്ത എൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുഭാഗത്തോ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആളുകളുടെ ഉള്ളിലോ ഒക്കെ ഇട്ടുകൊടുക്കും. അതിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള തള്ളൽ, അതായത് ആ പാറക്കല്ല് തള്ളുന്ന പോലെ നമ്മളേതായിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്ന സമയത്താണ് ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതാണ്. അപ്പം നമ്മളെപ്പോഴും പറയുന്ന ഒരു സംഭവമുണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾ പ്രവർത്തനത്തിൻ്റെ കൂടെയാവുമ്പോൾ മാത്രമാണെന്ത് അതിൻ്റെ ഒരു പ്രതിഫലം, അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു എൻഡ് റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓരോ പ്രാർത്ഥനകളുടെ കൂടെയും നിങ്ങളെ പ്രവർത്തനം കൂടി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക.